കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് പുഷ്പരഥോത്സവമാണ്. ബ്രഹ്മരഥത്തിലേറി വരുന്ന അമ്മയെ സ്വീകരിക്കാൻ റോഡിൽ മുഴുവൻ വിധിച്ച റോസാപ്പൂക്കളാണിത്. ബോർഡറായിട്ട് ചേമന്തികളും ഉണ്ട്. അപ്പോൾ ഒരുപാട് മീറ്ററുകളോളം നീളത്തിൽ ഇങ്ങനെ ഒരു പുഷ്പങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ 5 മണിക്ക് ശേഷം ബ്രഹ്മരഥത്തിലേറി വന്ന അമ്മ ഒലകമണ്ഡലത്തിലേക്ക് എത്തുകയും ഒലകമണ്ഡലത്തിൽ നിന്ന് തിരിച്ച് അമ്മ തിരുസന്നിയിൽ എത്തുന്നത് വരെ ഉള്ള വഴിയോരങ്ങളിലാണ് ഇങ്ങനെയുള്ള പൂക്കൾ വിതറിയിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മയുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. അന്തരീക്ഷം മുഴുവനും ഭക്തിസാന്ദ്രമായ അമ്മയെ മൂകാംബികയെ എന്ന ഒരു വിളികൾ മാത്രമേ ഉള്ളൂ. രഥോത്സവത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളും മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ വിളി കേട്ടാൽ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഈ തിരുസന്നിധിയിൽ ജന്മാന്തരമായുള്ള പുണ്യങ്ങൾ ചെയ്തവർ മാത്രമാണ് ഇന്ന് രഥോത്സവത്തിൽ പങ്കെടുക്കുവാനും വടംവലിയിൽ പങ്കെടുക്കുവാനും അമ്മയുടെ ദർശനം ഈ ബ്രഹ്മരഥത്തെ നിന്ന് കാണുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മരഥം 5 മണി മുതൽ 7 മണി വരെയുള്ള ആ ചടങ്ങിൽ അമ്മ തിരുസന്നിധിയിൽ എത്തിയതിന് ശേഷം എല്ലാവരും ഈ നാണയത്തുണ്ടുകൾക്ക് വേണ്ടി നാണയത്തുണ്ടുകൾ വർഷിച്ചു. നാണയത്തുണ്ടുകൾ പലർക്കും കിട്ടുകയും ചെയ്തു. അത് ഒരു വർഷത്തെ ഓരോ ഭക്തരുടെയും ഐശ്വര്യത്തെയും അതുപോലെ തന്നെ അവരുടെ ഒരു വർഷത്തെ നല്ല ഒരു കാലമാണത് സൂചിപ്പിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കൊല്ലൂർ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം അമ്മയുടെ ഈ പുഷ്പവൃഷ്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി വീണ്ടും നമ്മൾ റോഡിൽ വിതറിയിരിക്കുന്ന പുഷ്പരഥം പോയി കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്നിട്ട് ആ പുഷ്പങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ആ പുഷ്പരഥത്തിലൂടെ ചവിട്ടാൻ പോലും നമുക്ക് തോന്നുന്നില്ല. എല്ലാം രഥം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക അമർന്നിട്ടുണ്ടല്ല. എന്നിട്ടും അതവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ഒരു പൂക്കളയല്ലേ ചവിട്ടിയ വരച്ച് നടക്കുന്നത് എന്നുള്ള ഒരു എന്താ പറയുക നീറലുണ്ട്. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു. ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അമ്മയോട് തീർത്താ തീരാത്ത കടപ്പാടുകളാണ്. അമ്മയും മൂകാംബികയും.